എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി വിഷു. എല്ലാവർക്കും വിഷു ആശംസകൾ. ഇന്ന് വിഷു സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് സദ്യയിലൊക്കെ വിളമ്പണ ഒരു ഇഞ്ചിത്തൈരാണ് കേട്ടോ. ഇഞ്ചിത്തൈര് 101 കറിക്ക് സമമാണ് ഇഞ്ചിത്തൈര് എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്. പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ എന്താണ് സദ്യ സ്പെഷ്യൽ ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ, അഭിപ്രായം പറയൂ. എന്നിട്ട് അപ്പം കമൻറ്റ് സെക്ഷനിൽ പറയുക നിങ്ങൾ ഏത് വിധത്തിലാണ് ഉണ്ടാക്കുക എന്നുള്ളത്. പലരും പല രീതിയിലാണല്ലോ ഉണ്ടാക്കണം. അപ്പം നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവരും സദ്യയിൽ ഇതുകൂടി ഒന്ന് ഉൾപ്പെടുത്താൻ നോക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. ഇനി നമുക്ക് ഈ വീഡിയോ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ്, എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ വിഷുവിന് നമുക്ക് ഇലയിൽ സദ്യക്ക് വിളമ്പാൻ പറ്റിയൊരു ഡിഷാണ്. ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. പിന്നെ പണ്ടത്തെ കാലത്ത് പറയും പോലെ 101 കറി ഉണ്ടാക്കണേന് സമമാണത്ര ഈ ഒരൊറ്റ ഇഞ്ചിക്കറി മതി എന്നാണ് പറയുക. ഇഞ്ചിക്കറി, ഇഞ്ചിത്തൈര് ഒക്കെ പറയും. അപ്പോൾ എന്താണപ്പോൾ വിഷു ആയിട്ട് നമ്മളൊരു സദ്യ ഐറ്റം ഉണ്ടാക്കുക എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ഇതുണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. നന്നായി തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. എല്ലാവരുടെയും വിഷു ആഘോഷമൊക്കെ എവിടെ എത്തി? എല്ലാവരും നാളേക്കുള്ള സദ്യക്കുള്ള കാളൻ, പുളിയിഞ്ചി, മാങ്ങാക്കറി അല്ലെങ്കിൽ നാരങ്ങക്കറി എന്തൊക്കെയെല്ലാം റെഡിയായോ? അതൊരു ഒരുക്കം തന്നെയാണ് അല്ലേ? എല്ലാവരും ഒരു ഭംഗിയാണ്. എല്ലാവരും ഓരോരുടെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയൂ. ഒന്ന് കഴുകി കൊണ്ടിട്ട് ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിടുക. അതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ക്രഷ് ചെയ്യേ ഒന്ന് നന്നായി അരയണ്ട, ഒന്ന് പേസ്റ്റ് പോലെ അരയണ്ട. അങ്ങനെ ഇനി അമ്മിയൊക്കെ ഉള്ളവരാണെന്ന് വെച്ചാൽ ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താലും മതി. ഞാനൊന്ന് മിക്സിയിലൊന്ന് നിർത്തിയിട്ട് മറ്റേ പൾസ് ബട്ടൺ ഉണ്ടല്ലോ, അതിലൊന്ന് ജസ്റ്റ് കറക്കിയെടുക്കണമല്ലോ. അല്ലാതെ വെള്ളം ഒഴിച്ച് അരച്ച് കളയരുത്. ഇനി നല്ലതുമാണല്ലോ ഇഞ്ചിയും തൈരൊക്കെ. നമ്മൾ സദ്യക്കൊക്കെ ദഹനത്തിനും ഒക്കെ ബെസ്റ്റാണ്. വിഷുവിന് എന്തൊക്കെ സ്പെഷ്യലാണ് ഉണ്ടാക്കണ, സ്പെഷ്യൽ പായസങ്ങളൊക്കെ എന്തൊക്കെ, ആരൊക്കെ ഉണ്ടാക്കണമെന്നുള്ളതൊക്കെ പറയൂ കേട്ടോ, കമൻറ്റിൽ പറയൂ. രണ്ട് പച്ചമുളക് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് ഞാൻ 2 എടുക്കുന്നുള്ളൂ കേട്ടോ. നല്ല വലിയ പച്ചമുളകാണ്. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയുടെ ഒരു വലിയ തണ്ടും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാട്ടോ, ഈ ഒരു രീതിയിലാണ്. ഒന്ന് നന്നായി അരയും ചെയ്യരുത്, എന്നാൽ കഷ്ണങ്ങളായി കിടക്കുകയും ചെയ്യരുത്. അങ്ങനെ ഈ ഒരു മെത്തേഡിൽ. ഇനി നമുക്ക് ഇതിലേക്കുള്ള തൈരൊന്ന്, അധികം പുളിയില്ലാത്ത കട്ട തൈര് വേണം. അപ്പോൾ അതൊന്ന് ഉടച്ചെടുക്കാം. നല്ല കട്ട തൈരാണ്, അധികം പുളിയില്ല. ഇതിൽ ഞാൻ കുറച്ച്
കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഇതിൽ കുറച്ച് മറ്റേ ഹിമാലയൻ പിങ്ക് സോൾട്ട് ഉണ്ടല്ലോ, അതാ ഇടണത് കേട്ടോ. ആദ്യം ഇതൊന്ന് കട്ട കളയട്ടെ നന്നായിട്ട്. തൈര് പിന്നെ ഏകദേശം ഒരു കപ്പിലധികം ഉണ്ടാവും കേട്ടോ. പിന്നെ അധികം വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കരുത്, ഒരു കട്ടിപ്പ് വേണം. നമ്മൾ ഒഴിക്കുമ്പോൾ വല്ലാതെ ഇങ്ങോട്ട് ലൂസായി പോവരുത്, അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ്. അതിന് ശേഷം നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇതുകൂടാം. കറിവേപ്പില ചിലവർ ചതക്കണവരുണ്ട്, ചിലവർ അങ്ങനെ പിച്ചിടുന്നവരുണ്ട്. പിന്നെ നമ്മൾ ഇനി വറുത്തിടുമല്ലോ, അതിലും ഇടും കറിവേപ്പില. ഈ പുളിപ്പും ആ ഇഞ്ചിടിയും പച്ചമുളകിൻ്റെ ഒക്കെ ചെറിയൊരു എരിവും കേട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതാ നമ്മുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള വറുത്തിടലേ വേണ്ടുള്ളൂ കേട്ടോ. ഉപ്പൊക്കെ നോക്കുക. അപ്പോൾ അതൊരു ചെറിയൊരു പാൻ വെച്ചു. അതിലേക്ക് നമ്മുടെ നാടൻ റെസിപ്പി ആയ കാരണം വെളിച്ചെണ്ണ തന്നെ എടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അത് എണ്ണ ചൂടായി കേട്ടോ, നല്ലോണം ചൂടായി. കടുക് ഇന്ന് അറിയാറോ വറുത്തിടല്ലേ. വറ്റൽമുളക്, കറിവേപ്പില. ഇനി നമ്മൾ ഇവിടെ ഓൾറെഡി ഇതാക്കി വെച്ച നമ്മുടെ തൈരിൻ്റെ മിശ്രിതം. കുറച്ച് പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവും. പിന്നെ ചൂടാക്കൊന്നും വേണ്ട കേട്ടോ, വല്ലാതെ. വേഗം തീ ഓഫ് ചെയ്യുക. എന്താ വെച്ചാൽ തൈര് ഒഴിച്ചതല്ലേ, ഇതായി പോവും, പരന്നി പോവും. അപ്പം നമ്മളുടെ വിഷു സ്പെഷ്യൽ ഇഞ്ചി തൈര് റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയൂ. സദ്യയ്ക്ക് ഒരു ഐറ്റം ഇതായിക്കോട്ടെ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് ഞെക്കി പോവുക കേട്ടോ. പിന്നെ ഇനി അടുത്തൊരു കിടിലൻ ഈസി റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.